ഭിന്നശേഷിക്കാരുടെ രക്ഷിതാക്കൾക്കായി ആപ്പ് നിർമ്മിക്കാൻ ഒരുങ്ങി കോഴിക്കോട് ജില്ലാ ഭരണകൂടം. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ ഭരണകൂടം സമർപ്പിച്ച പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരമൊരു മൊബൈൽ ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്യുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പിന്തുണയുമായി സഹമിത്ര എന്ന പേരിലാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ മൊബൈൽ ആപ്പ് നിർമ്മിക്കുന്നത്. സ്റ്റേറ്റ് കൊളാബറേറ്റീവ് ഇനീഷ്യേറ്റീവ് പദ്ധതിക്ക് കീഴിൽ ഈ സംരംഭത്തിനായി കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏക ജില്ലയാണ് കോഴിക്കോട്. ഭിന്നശേഷി മേഖലയിലെ വിദഗ്ധരുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാൻ ഈ ആപ്പ് സഹായിക്കുമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. We are expecting that this whole application will be really helpful for bridging this gap. And in Kozhikode മാത്രമല്ല, if the application is successful, it can obviously rolled out to private sector institutions and as well as across the state. Target very simple ആണ്. പേരൻസിൻ്റെ സംശയം, പേരൻസിൻ്റെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്. രക്ഷിതാക്കൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ചെയ്യുവാനുള്ള തെറാപ്പികളെക്കുറിച്ചുള്ള വിവരങ്ങൾ, അവയുടെ വീഡിയോകൾ, തെറാപ്പി പുരോഗതി വിലയിരുത്തുവാനുള്ള ടൂളുകൾ എന്നിവ ആപ്പിൽ ലഭ്യമാക്കും. CRC ഡയറക്ടർ ഡോക്ടർ റോഷൻ ബിജിലി അത്ര സമഗ്രമായിട്ടും ശാസ്ത്രീയമായിട്ടും ഭിന്നശേഷി എസ്പെഷ്യലി ഏർലി ഇൻ്റർവെൻഷന് വേണ്ടിയിട്ടുള്ള ഒരു തെറാപ്പിയും അതുപോലെ സ്ക്രീനിങ്ങും കൂടെ ഉൾച്ചേർന്നുകൊണ്ടുള്ള പാരൻസിൻ്റെ കൺസേൺസ് കൂടി അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഹോളിസ്റ്റിക് ഒരു ടൂള് മുൻപ് ഈ വിധത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഉദ്യമം ബഹുമാനപ്പെട്ട കളക്ടറുടെ തന്നെ പ്രത്യേക താല്പര്യത്തിലാണ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. NHM ആണ് അതിൻ്റെ ഒരു നടത്തിപ്പ് ഏജൻസി. നമ്മൾ CRC, ഇംഹാൻസ് തുടങ്ങിയ മറ്റ് സ്ഥാപനങ്ങളും ഇതോടൊപ്പം സഹകരിക്കുന്നത്. ആപ്പിൻ്റെ സേവനം നിരവധി രക്ഷിതാക്കൾക്ക് കൈത്താങ്ങാവുമെന്ന് NHM കോഴിക്കോട് ജില്ലാ മാനേജർ ഡോക്ടർ CK ഷാജി പറഞ്ഞു. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു സർവേ അല്ലെങ്കിൽ സ്ക്രീനിങ് പ്രോഗ്രാം നമ്മൾ ഈ ആപ്പിലൂടെ തന്നെ ഒരു രക്ഷിതാവിന് ചെയ്യാൻ പറ്റും. ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ താമസിക്കുന്ന എവിടെ കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള സെൻറ്ററിലേക്ക് നമുക്ക് ഇതിൻ്റെ ആപ്പിലൂടെ തന്നെ അവരെ റെഫർ ചെയ്യാൻ പറ്റും. രക്ഷിതാക്കൾക്ക് സെൻറ്ററിൽ എത്താനുള്ള ബുദ്ധിമുട്ട്, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇവരെ നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിലുള്ള ചെറിയ ചെറിയ വീഡിയോസുകളും അതേപോലെ അതിൻ്റെ ഡയറക്ഷൻസും കൊടുത്തുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പിന്തുണയുമായി ജില്ലാ ഭരണകൂടം സഹമിത്ര മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു. ആപ്പ് നിലവിൽ വരുന്നതോടെ ഭിന്നശേഷിക്കാർക്ക് ഇടയ്ക്കിടെയുള്ള ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കുവാനും അതുവഴി പണവും അധ്വാനവും സമയവും ലാഭിക്കാനാവും. കൈരളി ന്യൂസ്, കോഴിക്കോട്.